അമ്മ ഈ ഒരു ഫോട്ടോ എഡിറ്റ് ചെയ്തിട്ട് നമ്മുടെ കിളി പറത്തണ എഡിറ്റിംഗ് കാണിച്ചു തരണ എന്റെ കാശ് പോയോന്ന് അറിയട്ടെ, നോക്കട്ടെ, പഠിപ്പിച്ചതിന് അറിയട്ടെ. ഓക്കെ, നമ്മൾ ഈ ഒരു ഫോട്ടോ എഡിറ്റ് ചെയ്ത് നമ്മുടെ കിളി പറത്താൻ പോണ് ഗൈസ്. ഓക്കെ, അങ്ങനെ നമ്മൾ എഡിറ്റിംഗ് റൂമിലേക്ക് എത്തിയത് നമ്മൾ കമ്പ്യൂട്ടറൊക്കെ ഓണാക്കി വെച്ചിട്ടുണ്ടാവും. ചാർജിൽ ഇട്ടേക്കാണ് ശേഷം ഇത് നമ്മുടെ എഡിറ്റിംഗ് റൂമിൽ വിത്ത് നമ്മുടെ എന്താ പറയുക റിസർച്ചിങ് റൂമാണ്. അപ്പോൾ അതെ നമ്മുടെ കമ്പ്യൂട്ടർ ഓണാക്കിയിട്ട് അമ്മയുടെ ഫോട്ടോ നമ്മൾ എഡിറ്റ് ചെയ്യാൻ പോകണം. അമ്മയുടെ കിളി പറത്തുന്ന രീതിയിൽ എഡിറ്റിംഗ് നമ്മൾ ചെയ്യാൻ പോകണം ഗൈസ്. കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അമ്മയുടെ ഇങ്ങനെ സുമധുരത്തില്ലേ ആ ഡയലോഗാണ് പറയണം അമ്മ. നമ്മുടെ റിയാക്ഷനൊക്കെ നമ്മൾ കാണിച്ചിരുന്നു എനിക്ക്. ഓക്കെ, സുഖമായി സംഗതി നമ്മൾ ഫോട്ടോഷോപ്പ് ഓണാക്കാൻ പോവാണ്. നമ്മൾ അമ്മ കഷ്ടപ്പെട്ട് ഇത്ര പഠിപ്പിച്ചതുമായിട്ട് ഒരിതും വേണ്ട. അതായത് അമ്മ കഷ്ടപ്പെട്ട് കാശ് കൊടുത്ത് പഠിപ്പിച്ച് ഇനി എൻ്റെ മോനെ എഡിറ്റിംഗ് സ്കില്ലൊന്നും ഇല്ലാന്ന് പറയരുത്. അപ്പോഴത്തേക്ക് നമ്മൾ കഷ്ടപ്പെട്ട് പഠിച്ചിട്ട് ഫോട്ടോഷോപ്പ് ഓപ്പൺ ആക്കിയിട്ട് കാശ് അതിനുശേഷം നമ്മൾ ഇതിൻ്റെ ന്യൂ പേജൊക്കെ സെലക്ട് ചെയ്ത് ഓക്കെ കൊടുത്ത് സെറ്റ് ആക്കിയിട്ട്. അപ്പോൾ അതെ നമ്മുടെ പേജിൻ്റെ പേജൊക്കെ നമ്മൾ സൈസൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ഫോട്ടോ ഒന്ന് കോപ്പി ചെയ്യാൻ എന്തായാലും. സോ ഗായ്സ് അങ്ങനെ നമ്മളത് ഓപ്പൺ എഴുതാൻ പോവാണ് ഗായ്സ്. നമ്മുടെ ഫയൽ കോപ്പി ചെയ്ത് വെച്ചിട്ടുണ്ട് നമ്മുടെ ഫോട്ടോ. ഓ മൈ ഗാഡ്, നമ്മുടെ ഫോട്ടോ വന്നിട്ട് നമ്മളിത് കോപ്പി പേസ്റ്റ് ചെയ്യാൻ പോവാണ്. കൺട്രോൾ സി, കൺട്രോൾ ടാബ്, കൺട്രോൾ വി അടിച്ചുകൊണ്ട് നമ്മുടെ ഫോട്ടോ കോപ്പി ചെയ്ത് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യാൻ പോവാണ് ഗായ്സ്. അഡ്ജസ്റ്റൊക്കെ ചെയ്ത് വെച്ച് നല്ല പൊളപ്പനൊക്കെ ആക്കി ക്രോപ്പ് ചെയ്തൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അമ്മയുടെ നമ്മൾ ഫോട്ടോ കോപ്പി ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിന് ശേഷം നമ്മൾ പ്രീസെറ്റൊക്കെ ഡൗൺലോഡ് ചെയ്ത് സെറ്റപ്പ് ആക്കാൻ പോകണം. പരിപാടി വേറെ ലെവലാക്കിയിട്ടുള്ള ഫൈനൽ എഡിറ്റിംഗ് ആൻഡ് റിയാക്ഷൻ കാണിച്ചു തരാം ഗായ്സ്. ഓക്കെ, അപ്പോൾ അതിന് ശേഷം എഡിറ്റിംഗ് കാണിച്ചു തരുന്നില്ല. അപ്പോൾ എഡിറ്റിംഗ് ചെയ്ത ശേഷം ഉള്ള ഫോട്ടോസും കാണിച്ചു തരാം. ലാസ്റ്റുള്ള ഫൈനലുള്ള എഡിറ്റിംഗ് കഴിഞ്ഞ ശേഷം അമ്മയുടെ റിയാക്ഷൻ, അച്ഛൻ്റെ റിയാക്ഷനൊക്കെ കാണിച്ചു തരാം. ഓക്കെ, ജസ്റ്റ് വെയിറ്റ് സെക്കൻഡ്. അങ്ങനെ നമ്മൾ എഡിറ്റ് ചെയ്ത അമ്മയുടെ ഫൈനലി ഫോട്ടോ കഷ്ടപ്പെട്ടൊക്കെ പ്രീസെറ്റൊക്കെ എടുത്ത് അതുപോലെ കഷ്ടപ്പെട്ട് കുറേ ഫോട്ടോസ് അങ്ങനെ സാധനങ്ങളൊക്കെ എടുത്ത് സെറ്റപ്പ് വെച്ചിട്ട് എല്ലാം നമ്മൾ സേവസൊക്കെ കൊടുത്ത ശേഷം നമ്മുടെ ഫോട്ടോ കൂടെ ഒരു കോപ്പി ചെയ്ത് വെച്ചിട്ടുണ്ടേ. അപ്പോൾ കാണുമ്പോൾ നിങ്ങളുടെ റിയാക്ഷൻ നോക്കി നോക്കാം. സോ ഈ ഒരു ഫോട്ടോ നമ്മൾ സേവ് ചെയ്തിട്ട് അമ്മയ്ക്ക് കാണിച്ചു കൊടുക്കാൻ പോകണം കേട്ടോ. അപ്പോൾ അമ്മയുടെ റിയാക്ഷൻ നമുക്ക് നോക്കി നോക്കാം. ഓക്കെ, സോ ഗായ്സ് ആണ് നമ്മൾ സേവ് ചെയ്യാൻ പോകണം. സേവസ് ഓക്കെ, ഫയലിലേക്ക് നമ്മൾ ജെപ്പിച്ചാക്കി ശേഷം നമ്മൾ കോപ്പി ചെയ്ത് കൊടുക്കുക. സോ ഈ അമ്മയുടെ റിയാക്ഷൻ, അച്ഛൻ്റെ റിയാക്ഷനൊക്കെ നോക്കി നോക്കാം. ഓക്കെ, സോ ഗായ്സ് അങ്ങനെ നോക്കിയേ നമ്മളിത് ഈ അമ്മയുടെ ഫോട്ടോ എഡിറ്റ് ചെയ്യുന്നപ്പോൾ റിയാക്ഷൻ നോക്കി നോക്കാം. അമ്മ നെട്ട റെഡി ആയില്ലേ? എൻ്റെ കലാവിരുദ്ധങ്ങൾ കയറി കമോൺ നീക്കൂ, എൻ്റെ കലാവിരുദ്ധങ്ങൾ നീക്കൂ. എൻ്റെ കലാവിരുദ്ധകൾ കാണിച്ചു തരാൻ നോക്കട്ടെ. ഇരുന്നിട്ട് റിയാക്ഷൻ ഇരിക്കി. കയ്യിൽ മാരകായുധങ്ങളൊന്നും ഇല്ലല്ലോ, കണ്ട് ഞെട്ടിപ്പോയിരുന്നിട്ടാ. മാരകായുധം എടുക്കേണ്ടതാണെങ്കിൽ അച്ഛനോട് കാണിച്ചു കൊടുത്തിട്ട് പോന്നല്ലോ. ഇരിക്കവിടെ ഇരിക്കി അച്ഛാ, നമ്മുടെ ഒരു പടപ്പിക്ക് ഞാൻ എഴുതി ചെയ്യുന്നുണ്ട്. വാ ഇരിക്കി, അച്ഛൻ്റെ റിയാക്ഷൻ നോക്കി നോക്ക്. അവിടെ ഇരിക്കൂ. കമോൺ. ഓക്കെ നോക്കിയേ. എന്റെ കലാവിരുദ്ധങ്ങളാണ്. പിടിക്ക്, ഫോൺ പിടിക്ക്. തല്ലണ്ടില്ലേ റിയാക്ഷൻ നോക്കി. റിയാക്ഷൻ ഹൈലി അതന്നെ സംഭവം ഇങ്ങനെയുണ്ട്. കാശ് കൊടുത്ത് എഡിറ്റിംഗ് പഠിപ്പിച്ചാനുള്ള ഗുണം ഉണ്ടായില്ല എന്തായാലും. സോ ഗൈസ് അങ്ങനെ നമ്മുടെ അമ്മയുടെ ഫോട്ടോ എഡിറ്റ് ചെയ്ത് കൊടുക്കണം. അമ്മയുടെ റിയാക്ഷൻ വളരെയധികം നിങ്ങൾ കണ്ടതാണല്ലോ. എങ്ങനെയായിരുന്നു അമ്മ അഭിപ്രായം പറയേ? എഡിറ്റിംഗ് പഠിപ്പിച്ചു കൊടുത്തതിന് ഗുണമില്ലേ? അച്ഛൻ്റെ അഭിപ്രായം പറഞ്ഞേ. എങ്ങനെയുണ്ട് നമ്മുടെ ഫോട്ടോ? എങ്ങനെയാണ് പറയും? ഫോട്ടോ മറ്റേ ഒറിജിനലിനെക്കാട്ട് ഏറ്റവും ബെറ്റർ അല്ലേ ഞാൻ ചെയ്ത ഫോട്ടോ? അതായത് മെറ്റല് ബേബി മെറ്റല് നിറയ്ക്കണ കക്കൂസാര പണി നടക്കണ്ടേ.
സോ ഗൈസ് അമ്മയുടെ ഫോട്ടോ കണ്ട റിയാക്ഷൻ. അപ്പോൾ നമ്മുടെ ഈ വീഡിയോ ചാനലിലേക്ക് സബ്സ്ക്രൈബ് ചെയ്യാൻ താഴെ ബെൽ ബട്ടൺ അടിക്കുക. അപ്പോൾ ഇതിന് നല്ല ക്രേസി വ്ളോഗായിട്ട് നമ്മൾ വീണ്ടും വന്നിരിക്കും. അതായിരിക്കും ഓക്കെ ബൈ.